പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥരെ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും
ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവേ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരം നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. അതായത് ഈ ഇന്ത്യൻ ആത്മീയ മീമാംസകളിലെ ചില ന്യായങ്ങളുണ്ട്. ന്യായം എന്ന് വെച്ചാൽ മെത്തേഡ്, രീതികൾ. ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ച് വരുന്ന രീതികൾ. ഇപ്പോൾ ഇപ്പോൾ അതിനൊരു രീതിയാണ് മർക്കടൻ ന്യായം. നിങ്ങൾ കേട്ട് കാണാം. മർക്കടൻ ന്യായം എന്ന് വെച്ചാൽ പിന്നെ ഒരു മാർജാര ന്യായം എന്ന് വെച്ചാൽ, മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങ് കുഞ്ഞിനെ ഉയർന്ന കമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എടുത്ത് മുതുകത്ത് വെക്കും, അല്ലേ? എടുത്ത് മുതുകത്ത് വെച്ചിട്ട് കുരങ്ങ് ഇങ്ങനെ കുതികാലിൽ ചാടി മുകളിലത്തെ കൊമ്പിൽ പോയിരിക്കും. അപ്പോൾ കുഞ്ഞ് മുതുകത്ത് അള്ളിപ്പിടിച്ചിരുന്നാലേ ഈ തള്ളക്കുരങ്ങൻ്റെ ഒപ്പം അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അള്ളിപ്പിടിച്ചിരുന്നില്ലെങ്കിൽ കുഞ്ഞ് തെറിച്ചു പോകും. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഉണ്ട്. ഇനി പൂച്ച എങ്ങനെ ചെയ്യണം? മാർജാര ന്യായം എന്താണ്? മാർജാര ന്യായത്തിൽ ഇപ്പോൾ പൂച്ച അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മച്ചും പുറത്തേക്ക് പോണത് മുതുകത്ത് ഇരുത്തിയല്ല, മറിച്ച് എങ്ങനെയാണ്? കടിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ അവിടെ കൊച്ചിനൊന്നും ചെയ്യാനില്ല, അമ്മയാണ് എല്ലാം ചെയ്യണത്, അല്ലേ? തള്ളപ്പൂച്ചയാണ് കടിക്കണേ. ഇതിനെ മാർജാര ന്യായം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മീയത വളരുന്നതിന് 2 ന്യായങ്ങൾ ഉപയോഗിക്കാം. കുരങ്ങിനെ പോലെ നമ്മൾ ദൈവത്തെ പിടിവിടാതെ വിശുദ്ധിയോടെ പരസ്പര പ്രവർത്തനങ്ങളോടെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും, ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. മറ്റത് നമ്മളൊന്നും ചെയ്യത്തില്ല, അവിടെ നമുക്ക് റോളില്ല. ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കഴിവിന് വലിയ അർത്ഥമില്ല. ദൈവം തന്നെ നമ്മളെ സഹായിക്കണം. ദൈവം തന്നെ, തള്ളപ്പൂച്ച തന്നെ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതുപോലെ അവിടെ ദൈവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ നമ്മളിതിൽ ഇപ്പോൾ ചില വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ മാത്രം ഈ മാർജാര ന്യായത്തിൽ ചെയ്തിരിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. ബൈബിളിലുണ്ടത്. ജെറമിയ 29:14 എടുത്തേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇവിടെയാണ് മാർജാര ന്യായമാണത്. അതായത് ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് പറയണത്, അല്ലേ?
അപ്പം നമ്മൾ ദൈവത്തെ ആഗ്രഹിച്ചാൽ ചില നമുക്ക് കണ്ടെത്താൻ ഒരു ടൈം കഴിഞ്ഞാലേ അത് ആത്മീയത വളർച്ചയുടെ ഒരു ഉയർന്ന ഘട്ടങ്ങളിൽ വരണമെന്നാണ് തോന്നുന്നത്. അതായത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തും. ഇപ്പോൾ എബ്രഹാത്തിനൊക്കെ അങ്ങനെയല്ല ചെയ്തത്. എബ്രഹാത്തിന് ദൈവത്തെക്കുറിച്ച് വലിയ കൺസെപ്റ്റില്ലായിരുന്നില്ല. അപ്പം ആത്മീയതയുടെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും മാർജാറിയായമാണ് ആപ്ലിക്കേഷൻ വരണത്. ആദ്യഘട്ടത്തിൽ എബ്രഹാത്തിന് അറിയത്തില്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് എബ്രഹാത്തിന് ദൈവത്തെ മനസ്സിലായത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം. എബ്രഹാത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഈ മ്ലേച്ഛമായ ജീവിത രീതിയൊക്കെ ഏത് കാരണം. എബ്രഹാത്തിന് ഇതല്ല ജീവിതം എന്നുള്ള ഒരു ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു ജീവിതത്തിൻ്റെ തീരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം പറയണത്, നിൻ്റെ മനസ്സിൽ ആഗ്രഹം പോലെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരാം, അവിടെ നീ പെരുകും, എൻ്റെ വചനമനുസരിച്ച് നിനക്ക് അവിടെ ജീവിക്കാം, അതാണ് നിൻ്റെ വാഗ്ദാന നാട് എന്നൊക്കെ പറയണത്. അത് ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണതാണ്. അതുപോലെ ഈ പാപത്തിൻ്റെ കാര്യവും ഇങ്ങനെയാണ്. നമ്മളീ പാപത്തിന് അയ്യോ ദൈവമേ ഞാൻ പാപിയാണല്ലോ എന്നെ സഹായിക്കണേ, ഞാൻ ഇടയ്ക്കൊക്കെ പാപത്തിൽ വീഴുന്നുണ്ടല്ലോ, എന്നെ ആര് രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ അന്തരംഗത്തിൽ പ്രാർത്ഥനയില്ലേ, ആര് രക്ഷിക്കുമെന്ന്. റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ, അതെ അതെ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. അതാണ് അത്. ഉള്ളിൽ നമുക്ക് പാപകരമായ അവസ്ഥയിൽ നിന്ന് ആരും മോചിപ്പിക്കും എന്ന് നമുക്കൊരു അന്തരാത്മാവിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കാച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 103:12 എടുത്തേ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. അതാണ് വിഷയം. പാപങ്ങൾ ഇപ്പം ഞാൻ പാപത്തിലാണല്ലോ, പാപജീവിതത്തിൽ അകപ്പെടി, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പാപികളാണല്ലോ. ഇപ്പം നീ ചെന്ന് കല്യാണം കഴിച്ച് ചെന്നൊക്കെ വീട് ഞായറാഴ്ച കുർബാന പോലും ഇല്ലാത്ത വീടായിരിക്കും. അവർക്ക് കുടുംബപ്രാർത്ഥനയൊക്കെ അത് ഷെയിമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെക്കൊണ്ട് പോലും അവർ ചെയ്യിക്കരുത്, ആക്ഷേപിക്കും. പള്ളിപ്പോയി ഞങ്ങൾ പാപികളെന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഇവനൊക്കെ പുഴുത്ത് പട്ടി ചാകനൊക്കെ കഷ്ടമായിട്ട് ഞാൻ ചാകത്തുള്ളൂ, അപ്പോൾ നിങ്ങളോട് അച്ഛൻ ശപിക്കുക. അങ്ങനെയല്ല, എനിക്ക് 40 വർഷത്തെ ഇടവക ജീവിതവും ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. അവർ ഇതുപോലെ നല്ല തണ്ടും തണിയും പാർട്ടിയും പൊന്നും പണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ദൈവത്തെ തള്ളിപ്പറയും. അതിൽ അവൻ്റെയൊക്കെ കുറ്റബോധം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കും. പക്ഷേ ഇവരൊക്കെ അവസാനം ചെന്ന് ചാടണ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ തന്നെ പെട്ടിലെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ ഓരോരോ പള്ളി ചെല്ലുമ്പോഴും ഓരോ ഇടവക ചെല്ലുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഓരോ ആൾക്കാരുടെ പലതരം ആൾക്കാർ, എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്, ദൈവത്തിന് എതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ദൈവം ഈ നരകത്തെ എങ്ങനെ ജീവിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ഈ ഒരു പ്രൊവിഷൻ കൊടുക്കണം. എന്താണ്? ഈ പാപകരമായ കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നു, അതുപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. ദൈവം അകറ്റി നിർത്തിയെന്ന്. ഇപ്പം നമ്മൾ അകറ്റി നിർത്താൻ ചില സമയത്ത് നമുക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് ബലഹീനമായി പോയാലും നിനക്ക് ദൈവത്തിന് ഒരു ആശ്രയം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ, ഇപ്പം ഞാൻ തന്നെ ഓർക്കും ഈ പള്ളി കുർബാനയ്ക്ക് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ശരിക്കും പറഞ്ഞാൽ വലിയ പിഴ എന്ന് അങ്ങനെ എല്ലാവരും അടിക്കാൻ അവർക്ക് വലിയ പാപം ചെയ്തവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് പ്രാർത്ഥനയുടെ രീതിയിൽ ചെയ്യണതാണ്. പക്ഷേ എന്തോ വലിയ പിഴ ചെയ്യാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൃപയിലാണ്, കർത്താവിൻ്റെ സന്ധിപ്പിലാണെന്ന് ഓർക്കണം. വലിയ പിഴയൊന്നും ഇല്ലല്ലോ നിനക്ക്. അതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി ദൈവത്തോട് പറയണ, കർത്താവ് ഞാൻ എൻ്റെ എല്ലാവരും അഴിമതിയും അനീതിയും എൻ്റെ പങ്ക് പറ്റി ഞാനവിടെ എതിരെ കാശ് മേടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഞാനവിടെ നോട്ടപ്പുള്ളിയാകും. എനിക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദൈവത്തോട് പറയണം. കാര്യം ഓരോരോ സ്ഥലത്തൊക്കെ ഓഫീസിലൊക്കെ വരുന്നവരെ അവർ വൈകുന്നേരം വരുമ്പോൾ അവിടെ വലിപ്പിൽ 10, 500, 5000 രൂപയൊക്കെ കിടക്കും. അത് പങ്കിട്ടെടുക്കണം. അഴിമതി നടത്തിയതിനും അതിൻ്റെ പേര് പങ്കിട്ടെടുക്കണം. എല്ലാ ഓഫീസൊന്നും ഇല്ല, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയണത്. പക്ഷേ എന്നാലും നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടാ? ആളുക പരപീഡയല്ലേ ഇത് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ കണ്ണീരോട് പ്രാർത്ഥിച്ചാൽ
ആ സിറ്റുവേഷൻ നമ്മളെ ദൈവം ഒന്ന് മാറ്റും. പക്ഷെ നമ്മൾ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കണം. കാര്യം ദൈവം മാറ്റും എന്നുള്ളതാണ് ഈ സങ്കീർത്തനം 3:12 ഞാനും അനേകം മക്കളുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഉദ്ദേശിക്കത്തേ ഉള്ളു ഈ അനുതാപം. പാപം പോലും നമ്മളിത് മാറ്റണമെന്ന് ദൈവത്തിന് റോളുണ്ട്. അതൊരു മാർജാരന്യായമാണ്. അതുപോലെ അനുതാപം നൽകുന്നതിന് ദൈവത്തിന് റോളുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാറാതെ സത്യം ആഗ്രഹിച്ചാൽ എപ്പോഴായാലും നമ്മളെ ദൈവം സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആദ്യമായി തന്നെ എൻ്റെ പൊന്നീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നിമിഷ ഫ്രാൻസിസ്. ഞാൻ വരുന്നത് കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്നാണ്. എൻ്റെ ഇടവക എന്ന് പറഞ്ഞാൽ സെൻറ്റ് മേരീസ് പള്ളിയാണ്. മുതൂർ എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 17 അത് എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് OET എഴുതുന്ന സമയത്താണ് ഈ ഉടമ്പടിയെ പറ്റി എൻ്റെ ഒരു അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറയുന്നത്, മോളെ നീ എക്സാം എഴുതുന്നതിന് മുമ്പ് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അപ്പം നിനക്ക് ഉറപ്പായിട്ടും അതിനകത്ത് വിജയം കിട്ടും എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ കൃപാസനത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്നാ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് കൃത്യമായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ അത് അത്ര ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കി ഞാൻ നോക്കി എങ്ങനെ എന്നാ കൃപാസനം അവിടെ എന്നാ കാര്യങ്ങൾ നടക്കുന്നതെന്നെല്ലാം ഞാൻ നോക്കി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇതൊക്കെയാണ് ഫോളോ ചെയ്ത് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ അപ്പം ഞാൻ ആ സമയത്ത് OET എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എക്സാമിന് ഞാൻ ഫെയിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ജനുവരിയിലാണ് വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പം എനിക്ക് OETക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടണം. എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഓരോരോ ജോലിക്ക്. എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും വിദേശത്താണ്, നല്ല സാലറിയും അങ്ങനെ. അപ്പോൾ അവരൊക്കെ OET എഴുതിയും അല്ലാതെ എക്സാം എഴുതിയും നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാനും മാതാവിനോടും ഈശോയോടും പറഞ്ഞു, എന്നെ ഈശോയുടെ ഹിതം എന്നാണോ അത് മാത്രം എനിക്ക് നിറവേറിയാൽ മതി എൻ്റെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ എവിടെ ജോലി ചെയ്യണം, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു അറിവില്ല, ഏത് എക്സാം എഴുതണമെന്ന്. അതുമല്ല എനിക്ക് എക്സാം എഴുതുമ്പോൾ ഞാൻ ഗവൺമെൻറ് എക്സാമൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഞാനാണ് പറയാൻ മറന്നുപോയി, ഞാൻ ബേസിക്കലി BSc നേഴ്സാണ്. അപ്പം ഗവൺമെൻറ് എക്സാമൊക്കെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അന്നേരം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ല എക്സാം എഴുതണമെങ്കിൽ. എന്ത് കാര്യങ്ങളും പഠിച്ചാലും അത് മറന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. എന്നിട്ട് ഒരു രീതിയിലും, പക്ഷേ ചെറുതിലേക്ക് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാണ് മനസ്സിലായി ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എനിക്കെന്ന്. കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈശോയോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഈശോയെ എക്സാം ഒന്നും ഇല്ലാതെ എനിക്കൊരു ജോലി കിട്ടുമോ? അതുപോലെ തന്നെ ചിലർ ഇസ്രയേലിന് പോകും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് ചാർജ് നന്നായിട്ടുണ്ട്. അപ്പോൾ അത്രയും പൈസ എടുക്കാനുള്ളൊരു സ്ഥിതിയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എക്സാം ഇല്ലാണ്ട് സർവീസ് ചാർജൊക്കെ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് പൊട്ടത്തര പറയുന്നത്, ഈ കാലത്ത് അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി ഓൺലൈനിൽ പുതുക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈനിൽ പുതുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറയാം, നിമിഷ നിനക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇറാഖിൽ നിന്നൊരു വേക്കൻസി വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്, അവിടുത്തെ HR ആണ് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ തട്ടിപ്പായിരിക്കും, അതിനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അവർ പറഞ്ഞു സീരിയസ് ആയിട്ടാണ് CV അയച്ചു തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ അവർ പറഞ്ഞു എക്സാം ഇല്ല, സർവീസ് ചാർജ് ഒന്നുമില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, പോകാൻ താല്പര്യമുണ്ടോ? ഇറാഖ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാകും കേൾക്കുമ്പോൾ, അതുകൊണ്ട് വീട്ടുകാരോടൊക്കെ സംസാരിക്കാദ്യം, അവർ പറയുന്നതനുസരിച്ച് പിന്നെ മാറ്റാനില്ല എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരോടും, കാരണം എവിടെയെങ്കിലും ഒന്ന് പോയി എനിക്ക് രക്ഷപ്പെടണമെന്ന് എൻ്റെ വീട്ടുകാർ
എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവരെ പോലും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അപ്പം വീട്ടുകാരോട് ചോദിക്കാനൊന്നും നിന്നില്ല, അവർ സമ്മതിക്കുക, അവരെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഓർത്ത് ഓക്കെ പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് 24 hour റിസൈൻ ഇടേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ് അന്നേരവും. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. അപ്പം ഇത് മാതാവ് തന്നെ തരുന്നതാണോ എന്ന് അങ്ങനെ ഒരു മനസ്സിൽ ഡൗട്ട് അടിച്ചു. അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒത്തിരി പരീക്ഷണങ്ങൾ നമുക്ക് നേരിടുമെന്ന് പറയുമല്ലോ. എങ്ങനെയാണേലും അത് പോകാൻ തരുന്നു. ലാസ്റ്റ് മുംബൈയിലായിരുന്നു ഫ്ലൈറ്റ്, കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു. അവിടെ വരെ മുംബൈ വരെ ഞാൻ എത്തി കൊച്ചിയിൽ നിന്ന്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത് അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ആ പാസ്പോർട്ടിൻ്റെ പ്രശ്നം കണ്ടെത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നു. 6 month കറക്റ്റ് വേണമായിരുന്നു വാലിഡിറ്റി അങ്ങോട്ട് പോകണമെങ്കിൽ. എനിക്ക് വാലിഡിറ്റി കഴിയാറായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് മാതാവ് മനഃപൂർവ്വം കാണിച്ചു തരാത്തതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉള്ളവർ, ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 7 പേരും കയറിപ്പോയി, ഞാൻ മാത്രം ബാക്കിയായി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വീട്ടില്ല ഒരിക്കലും. എനിക്കറിയാം എൻ്റെ ഈശോ എനിക്ക് എന്നാളും ചെയ്തു തരും, എന്നെ അങ്ങനെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ പ്രാർത്ഥനയോ ഞാൻ ഈശോ തള്ളിപ്പറയോ ഒന്നും ചെയ്തില്ല. ഇത് ഈശോ തന്ന ഒരു സഹനമാണ്, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നാണം കേട്ടു ഒത്തിരി. എല്ലാവരും ചോദിച്ചു, നീ അല്ലാണ്ട് പിന്നെ ഇങ്ങനെ പോകുമോ, ഇറാഖിലേക്ക് ആരെങ്കിലും പോവോ, അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പ് തീരുമാനിച്ചു, ഞാൻ എന്നാളിലും വന്നിട്ട് ഉടമ്പടി പുതുക്കും, തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്ന് എടുക്കും. എനിക്ക് മാതാവ് സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അന്നേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന്. അങ്ങനെ രണ്ടാമത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. മാർച്ച് 11, 2026 പിന്നെ ഞാൻ എടുത്തത്. ആ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലൊരു ഉള്ളിലുണ്ട്, ഇനി ഇത്ര പെട്ടെന്ന് മാതാവ് എവിടെ നിന്ന് എനിക്ക് ആക്കി തരും. അപ്പോൾ എൻ്റെ കൂടെ പോകാനിരിക്കുന്നവരെല്ലാം പോയവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട ആകും എന്നൊക്കെ ഉള്ളതിൽ. പക്ഷേ നമുക്ക് അന്നേരം ഈശോയും മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈശോ ഒന്ന് സഹായിക്കുമല്ലോ. നമ്മുടെ ഫ്രണ്ട്സിലൂടെയാണ് എനിക്ക് എൻ്റെ ഈശോ എന്നെ സഹായിച്ചത് ഒത്തിരി. എനിക്ക് പോകാതിരുമ്പോൾ മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും അവരാണ് എനിക്ക്, അവരിലൂടെ ഈശോ എന്നെ പൊന്നുപോലെ എൻ്റെ ഉള്ളം കയ്യിൽ ഈശോ എന്നെ നോക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. ശരിയാണ്, സഹനങ്ങൾ കുറച്ച് വന്നു, അത് എനിക്ക് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് എൻ്റെ ഈശോ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ അടുത്ത് അവരുടെ ഒരു വലിയ കമ്പനിയാണ്, അത് GST എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി എനിക്ക് ഓഫർ ചെയ്തേക്കുന്നത് ഇനി അടുത്ത ലിബിയയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് ഒരു 15 days എല്ലാം നടന്നു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള അവിടെ അക്കോമഡേഷൻ ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും ആരും വിചാരിക്കാത്ത രീതിയിലാണ്. കാരണം എക്സാം ഇല്ല, സർവീസ് ചാർജ് ഇല്ല, ഒരു 5 star ഹോട്ടൽ ഫെസിലിറ്റിയാണ് ഞങ്ങൾക്ക് അവിടെ തരുന്നത് അവർ. ഇപ്പം ഞാൻ ലിബിയയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇന്ന് 8 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുള്ളൂ എന്ന്. അങ്ങനെയാണ് എനിക്ക് ഇപ്പം ഞാൻ വന്നിവിടെ സാക്ഷ്യം വന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മാതാവ് ഈശോ എനിക്ക് തന്നേക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പോകാനിരുന്നത് അങ്ങോട്ടാണെങ്കിൽ ആ സ്ഥലത്തേക്കാളും നല്ല സ്ഥലവും നല്ല ഫെസിലിറ്റിയാണ് എനിക്ക് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും, ഓരോ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഈശോ നമ്മളെ കൈവിട്ടു എന്ന്. അങ്ങനെയല്ല, ഈശോ നമ്മളെ അതിലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ ഒരുക്കുന്നതാണ് നമ്മളെ. അപ്പോൾ ആ ചെറിയ സഹനത്തിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് അതിലും വലിയ നല്ല കാര്യങ്ങൾ ചെയ്തു തരാനാണ് ഈശോ നമ്മളെ അത്രമാത്രം എന്താ പറയുക ചേർത്ത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ. നമ്മുടെ സഹനത്തിൻ്റെ സമയത്ത് ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റി. കൃത്യം 3 മാസം 90 ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സാക്ഷി ഇവിടെ വന്ന് പറയാൻ പറ്റി. ഞാനിന്ന് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനാഥാലയം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് രോഗികളോട് സംസാരിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവിടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ച് കൊടുക്കൽ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റുന്ന പോലെ തന്നെ ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് അതെല്ലാം നടത്തുന്ന ആളെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആകെ ഒരു
ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് അസുഖങ്ങളെല്ലാം ഒന്ന് ഭേദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരു മെഡിസിനും ഇല്ലാണ്ട് എൻ്റെ മാതാവ് അസുഖം എന്നെ പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം തന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു അലമ്പാറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ നേർച്ച വസ്തു ഉപയോഗിക്കുന്ന പരിശുദ്ധ തൈലം ഉപയോഗിക്കുന്ന എൻ്റെ കയ്യിലാണ്. അത് അത് വളർന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അത് പോകുന്നില്ലായിരുന്നു. ആ സമയത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പൊഴിഞ്ഞു പോകുന്ന പോലെ പോവുകയോ ചെറിയ പാട് മാത്രമേ ഉള്ളൂ. പിന്നെ നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ കുഞ്ഞിനൊക്കെ വന്നാലും നമുക്ക് വന്നാലും നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നേർച്ച വസ്തുവാണ് ഉപയോഗിക്കുന്നത്. അപ്പം കുഞ്ഞിന് വയറുവേദന വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് പറയും, മമ്മി അത് നേർച്ച വസ്തു ഉപ്പ് താന്ന് പറയും. അങ്ങനെ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ആത്മീയമായിട്ട് വളർന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കുമ്പസാരിക്കുന്നതൊക്കെ 2 വീക്കും ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റുമായിരുന്നു. ഞാൻ അവിടെ മുംബൈ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പള്ളി പോകാനൊക്കെ മടിയുണ്ടായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. അപ്പം ഈ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ഇന്ന് പോകണ്ട അങ്ങനെ പറയായിരുന്നു. അപ്പം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലൊന്നും പോകണമെന്നൊരു തീക്ഷ്ണത ഉണ്ടായി. അപ്പം സുഖമില്ലെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അതൊന്നും വകവയ്ക്കാണ്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ കുമ്പസാരം കറക്റ്റായിട്ട് കുമ്പസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് കുമ്പസാരിക്കുന്ന ഒരു ഹാബിറ്റ് തുടങ്ങി. അപ്പോൾ ചെറിയ പാവം ഉണ്ടെങ്കിലും നമുക്ക് കുർബാന സ്വീകരിക്കാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കുമ്പസാരിക്കും. അങ്ങനെ വിശുദ്ധ കുർബാനയോടും അതുപോലെ തന്നെ കൊന്ത ചെല്ലുന്നതിനും എല്ലാത്തിനും ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ആയിരുന്നു. മുംബൈയിൽ നിന്നൊക്കെ പറഞ്ഞാൽ പോയിട്ട് പത്രം കൊടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ആദ്യം. കാരണം അവിടെ അവർ നമ്മളെ എങ്ങനെയും ഏത് രീതിയിൽ അവർ ആൻസർ പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാനങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആദ്യം പത്രത്തെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ സമർപ്പിക്കും മാതാവിൻ്റെ അടുത്ത്. എന്നിലൂടെ അവർക്കൊരു ഈശോയെ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ ഞങ്ങളുടെ കേരളത്തിലുള്ള പള്ളിയാണ്, അപ്പം ഇങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക, ഈശോയെപ്പറ്റി അറിയുക എന്നൊക്കെ അവരോട് പറയും. ഈശോ ആരാ, മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എല്ലാം പറഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ എനിക്ക് മധ്യസ്ഥം ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന, ഹാവേ മരിയ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. നിമിഷ എന്ന ഈ മകളുടെ എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നിമിഷ ഏറ്റുപറഞ്ഞത്. ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെയാണ് ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നതും അവിടുന്ന് എനിക്ക് വേണ്ടി എന്ത് നിശ്ചയിക്കുന്നു അത് പറയാനാണ് ഹബക്കൂക്ക് പ്രവാചകനെ പോലെ നിമിഷ കാത്തിരുന്നതെന്ന് പറയുന്നു. എക്സാം ഇല്ലാതെ എനിക്കൊരു ജോലി തരുമോ എന്ന് ഈശോയോട് വളരെ ആത്മാർത്ഥമായി ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി അവിടുന്ന് എനിക്കൊരു ജോലി തരണം. പരിശുദ്ധ അമ്മയോട് വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നടത്തി ഈശോയോട് എൻ്റെ കാര്യമൊന്ന് പറയണം. 90 ദിവസത്തിന് മുൻപ് തന്നെ ഇന്ന് വൈകിട്ട് ലിബിയയിലേക്ക് പോകുന്ന വിസയും ടിക്കറ്റുമായിട്ടാണ് ഇന്ന് മകളെ അൾത്താരയിൽ നിൽക്കുന്നത്. അതിനിടയിൽ മകൾക്ക് ലഭിച്ച എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാനുള്ള കൃപ ലഭിച്ചുവെന്ന് മകൾ ഏറ്റുപറയുന്നു. ഈശോയുടെ സഹനങ്ങളോട് എൻ്റെ ചെറിയ നാണക്കേട്, എനിക്ക് വരുന്ന എന്നെ ഒറ്റപ്പെടുത്തിയത് എല്ലാം ഞാൻ ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ മറക്കാതെ കൃത്യമായ വിശ്വസ്തയോടെ അണുവിട തെറ്റാതെ ഉടമ്പടി പാലിച്ചതിൻ്റെ ഒരു വലിയ സമ്മാനമായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമാനമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ജോലിയില്ലാത്ത, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, അതുപോലെ വിസ പ്രോസസ്സിങ് നടക്കാത്ത പലരും കാത്തിരിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിമിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഞാൻ വന്നത് സാക്ഷി പറയാനാണ്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയുകയാണ്. ഞാൻ 2020 എൻ്റെ പേര് മോഹനാണ്. ഞാൻ എൻ്റെ ഭാര്യ ഷീജയാണ്. കുണ്ട്രയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ 2025
11-ാം മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എൻ്റെ കുടുംബത്തിൽ ഭയങ്കര കഷ്ടതകളും പ്രയാസങ്ങളും വന്ന് ജീവിതം വഴിമുട്ടിയ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത ആ ആദ്യ കാലങ്ങളിൽ 2 മാസം നമുക്ക് വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ 24 മണിക്കൂറും രാത്രിയും പകലും മാതാവിനോട് പ്രാർത്ഥിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ മാതാവ് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസമായിരുന്നു. വളരെ വിഷമത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഭാര്യയ്ക്ക് എനിക്ക് എൻ്റെ വയറിൽ വയറുവേദനയും നെഞ്ച് വേദനയും കൊണ്ട് 10 വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വല്ലാതെ ഞാൻ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ കഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ നെഞ്ചുവേദനയും വയറുവേദനയും ഇപ്പോൾ പൂർണ്ണമായി അത് മാറിക്കിട്ടി. മാതാവും പരിശുദ്ധ പിതാവും എന്നെ എൻ്റെ കുടുംബത്തെ അത്ഭുതമായി അവിടെ നിന്ന് വഴി നടത്തിയതാണ്. ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അനേകായിരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്, തരുന്നുണ്ട്. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാത്രിയും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ മാതാവിനോടും പരിശുദ്ധ പിതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ സാക്ഷി പറയും. ഇനി ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവം എല്ലാം തരുന്നു. ഞങ്ങൾ സന്തോഷമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ മരണം വരെയും മാതാവിനോടും പരിശുദ്ധ പിതാവിനോടും 24 മണിക്കൂറും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോകും. ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിപ്പം 6 മാസം ആയതേ ഉള്ളൂ. എനിക്കിപ്പോൾ 60 വയസ്സ് പ്രായമുണ്ട്. ഈ 6 മാസം കൊണ്ട് 60 വയസ്സിൻ്റെ അത്രയും എനിക്ക് കഷ്ടത മാറിക്കിട്ടി എന്ന് ഞാൻ ദൈവത്തോട് സന്തോഷമായി വളരെ കാര്യമായി ഞാൻ പറയുക. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അനുഭവമുണ്ട് പറയും. 2025 ജൂലൈ 14-ാം തീയതി എനിക്ക് സ്കൂളിലാണ് ജോലിയായിരുന്നത്, ഡെഫ് സ്കൂളിലാണ്. അങ്ങനെ അവിടെ കുട്ടികൾ കുറയുമ്പോൾ അവിടെ പോസ്റ്റ് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ കുട്ടികൾ കുറവുണ്ടായിരുന്നു. ജൂലൈ 14-ാം തീയതി എൻ്റെ പോസ്റ്റ് നഷ്ടപ്പെട്ടു. 16 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ആ കുട്ടികൾ കുറവായത് കാരണം എനിക്ക് പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഞാനങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് സ്കൂളിലെ ഓഫീസിലും ടീച്ചറും പറഞ്ഞു, ഷീജ കുറച്ച് നാൾ പുറത്ത് നിൽക്കണം, പുറത്ത് നിന്നതിന് ശേഷമേ അടുത്തിനി കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ 5 പേര് കഴിഞ്ഞു പോണത്. ഭർത്താവിന് വയറുവേദന ആയതുകൊണ്ട് ജോലിക്കൊന്നും പോവാറില്ല. ഞങ്ങൾ അധികമായി കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ടീച്ചർ പിറ്റേന്ന് പറഞ്ഞ്, ഷീജ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്ക്, വേറെ സ്കൂളിലോട്ട് മാറ്റി കിട്ടാൻ, സീനിയറല്ലേ അത് കിട്ടും എന്ന് ടീച്ചർ പറഞ്ഞു, എച്ച് എം പറഞ്ഞു. ഞാനത് അനുസരിച്ച് DPയിലും DDയിലും ഒക്കെ അപേക്ഷ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പത്രം വായിച്ച് കുറേ നേരം വായിച്ചു. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ആ പത്രം വായിച്ചത് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പറഞ്ഞ്, നമ്മൾ കൃപാസനത്തിൽ പോവാം, നമ്മളെ ഈ അപേക്ഷ വെച്ച് അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പത്രത്തിൽ കാണുന്ന പോലെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ് എൻ്റെ മോനും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ കാര്യം എൻ്റെ ഭർത്താവാണ് ഉടമ്പടിയിൽ എഴുതിയത്, ഞാൻ എഴുതിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് മോൻ്റെ ആവശ്യങ്ങൾ എഴുതി. ഞാൻ എൻ്റെ കാര്യം ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല മാതാവിൻ്റെ കൂടി. പക്ഷേ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങ് ഉടമ്പടി നമ്മൾ ഇരിക്കുന്നെങ്കിലും ഞങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഉടമ്പടിയെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വീട്ടിൽ പോയി. കുറേ നേരം വീണ്ടും നമ്മൾ ചെന്ന് ഒരു മാതാവിനിരുന്ന് ഒരു ഫോട്ടോയൊക്കെ മേടിച്ചാണ് പോയത്. അവിടെ ചെന്ന് ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിൻ്റെ മുമ്പേ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു പേപ്പർ മാതാവ് തരും പോലെ കണ്ട്. അത് പച്ച മഷി അടിച്ച് ഓർഡർ എന്ന് പറഞ്ഞാണ് എനിക്ക് ആ പേപ്പർ തന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ച്, എനിക്ക് പേപ്പർ തന്നു, ഇനി ഞാൻ എവിടെ ഇത് കൊടുക്കണം, എവിടെ നിന്നാണ് എനിക്ക് കിട്ടണത് എന്നൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചും കൊണ്ടിരുന്നപ്പോൾ ഈ ഉടമ്പടി എടുത്തൊരു 90 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഈ പേപ്പറിൻ്റെ മടി വന്നില്ല. ഞങ്ങൾ 2ാമത് പുതുക്കാൻ വന്നു.
പുതുക്കി 5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ DPL നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വേറൊരു സ്കൂളിലോട്ട് ഓർഡർ ഞങ്ങൾ തരും, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അത് എറണാകുളം ജില്ലയിലാണ്. ഞാൻ കൊട്ടാരക്കരയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് എറണാകുളം ജില്ലയിലാണ് അവരടിച്ചത്. അത് എനിക്ക് കുഴപ്പമില്ല സാറേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓർഡർ വാങ്ങി ഇവിടെ DD കൊണ്ടു കൊടുത്തു. എറണാകുളം DD കൊടുത്തു. എറണാകുളം DD പറഞ്ഞ് ഇനി ഏത് സ്കൂളെന്ന് കണ്ടുപിടിക്കണം, നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഇത് പോണ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അമ്മേരെ നേർച്ച വസ്തുവായിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് പത്രം കൂടുതൽ വാങ്ങിക്കും. ഈ പോണ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നവർക്ക് പത്രം കൊടുത്ത് അമ്മേരെ കാര്യം, ഞങ്ങളെ അനുഭവങ്ങൾ, ഞങ്ങൾ പോയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോവുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ DD പോയി 10 ദിവസം കഴിഞ്ഞ് എനിക്ക് ഓർഡർ വന്നു. പക്ഷേ ഒരിക്കലും ഈ ഓർഡർ, വെക്കേഷൻ സ്റ്റാഫാണ് ഞാൻ, വെക്കേഷനിൽ എനിക്ക് ഒരിക്കലും ഇന്ന് വരെയായിട്ടും ആർക്കും ഓർഡർ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഓർഡർ തന്നു. തന്ന ഓർഡർ 10 മാസം ഞാൻ പുറത്ത് നിന്ന്, ആ 10 മാസവും ശമ്പളം എഴുതാനുള്ള ഓർഡറാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. ആ മാതാവ് എനിക്ക് തന്ന ഓർഡർ ഞാൻ വാങ്ങി വെച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഇത്രയും കരുതി എൻ്റെ മാതാവ് എൻ്റെ ജീവിതകാലം മൊത്തം ഈ സാക്ഷിയായി ഞാൻ നിൽക്കുവാനും എനിക്കിവിടെ വന്ന് സാക്ഷി പറയാൻ ഞാൻ ഈ പേപ്പർ വായിച്ച് ആദ്യം വന്ന മാതാവിൻ്റെ അടുത്ത മാതാവിൻ്റെ ആ ഫോട്ടോയിൽ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത്. ഇത് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിന് ഓരോ 1000 നന്ദി. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ഇവിടെ വന്ന് കൂടുതലും പത്രം വാങ്ങിക്കൊണ്ടാണ് പോകണം. പത്രം വാങ്ങിക്കൊണ്ട് പോയി ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പോയി ആ പത്രങ്ങൾ കൊടുക്കണേ. മോനും എൻ്റെ ഭർത്താവും ഞാനും 3 വഴിക്ക് പോയി ചെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതുപോലെ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. പിന്നെ ആശുപത്രിയിൽ പോവും. എൻ്റെ ഭർത്താവ് ഓരോരുത്തർ അവർക്ക് ആശുപത്രിയിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, നോക്കാനില്ലാത്ത അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഓരോ കാര്യങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകാനും അങ്ങും ഉള്ള സഹായങ്ങൾ എൻ്റെ ഭർത്താവ് അവിടെ നിന്ന് ചെയ്യും. മോനുമായിട്ട് പോവും. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കഴിവാന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി കൂടുതലും മാതാവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴെല്ലാം മാതാവ് ഞങ്ങളെ അതിശയമായി അത്ഭുതമായി മാതാവ് ഞങ്ങളെ കാത്തു. ആ മാതാവിന് കോടാകോടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കും. ആത്മീയ ജീവിതം ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും ഇവിടുത്തെ പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥനകൾ, മിക്ക പ്രാർത്ഥനകളും ഞങ്ങൾ ഫോൺ വഴി കേൾക്കും. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് കുളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. മാതാവ് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി, വിളക്ക് കത്തിച്ച് നിങ്ങൾ പൂമാലയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അതിനുശേഷം ഞങ്ങൾ ഇന്ന് വരെയായിട്ട് മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ വിളക്ക് കത്തിക്കും. സന്ധ്യയ്ക്ക് 6 മണിയാകുമ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിച്ച് പൂമാലയിട്ട് അമ്മയുടെ സന്നിധിയിൽ അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ശേഷം വേറെ എന്ത് കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുള്ളൂ. കൂടുതലായി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും ജീവിതകാലം മൊത്തം. അമ്മയ്ക്ക് നന്ദി. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. ഈ കുടുംബം മുഴുവനും ഉടമ്പടിയിലാണ്. ഈ മക്കൾ 3 പേരും, അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചു ചേർന്നാണ് ഇവർ കൃപാസന പത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അത് സ്വന്തം അനുഭവം പറഞ്ഞുകൊണ്ടാണ്, സാക്ഷ്യപ്പെടുത്തിയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അതുകൂടാതെ സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിലും സ്വന്തം ശക്തിയും ബലവും ഫിസിക്കലായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരാരുമില്ലാത്തവരെ സഹായിക്കാനായിട്ടുള്ള ആ സന്മനസ് കാണിക്കുന്നത്. ആ മനസ്സ്, ആ സ്നേഹം, ആരുമില്ലാത്തവർക്ക് വാഷ്റൂമിൽ കൊണ്ടുപോകുവാനും അവരെ പരിചരിക്കുവാനുമുള്ള ആ കൃപ ദൈവം അവർക്ക് നൽകി. അങ്ങനെയാണ് ഈ സഹോദരൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗം കാരണം, ആയുർവേദന നെഞ്ചുവേദന കാരണമാണ് ജോലി ചെയ്യാതിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ രോഗം എല്ലാം സുഖപ്പെടുത്തി കൊടുത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരാരുമില്ലാത്തവരെ സഹായിക്കുകയാണ്. സ്വന്തം സമയവും ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആ സഹായിക്കാനുള്ള ആ സന്മനസ്, അതും ഈശോയും അമ്മയും കൊടുത്ത അനുഗ്രഹമാണ്. ഈശോയോടുള്ള ആ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും
ഒരുപക്ഷെ നമ്മൾ കണ്ണീരോടെയാണ് വരുന്നത് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ. നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കണ്ണീർ കണങ്ങളും വിട്ടുകൊടുക്കാം. നമ്മൾ ഓരോ ബുദ്ധിമുട്ട്, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് അമ്മ നമ്മെ നയിക്കുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും, നമ്മുടെ ജീവിതത്തിൽ സന്ധിയിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മെ ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ കരയുന്നത് ഒരു ദുർബലമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മെ നേരായ വഴിയിലൂടെ നടത്തുവാനും ഒരിക്കലും ഇടറാതിരിക്കാൻ നമ്മെ അനുഗ്രഹിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. മോഹനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹം, പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിനും ലഭിച്ച ജോലിക്കും ആ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടി